അപ്പോൾ കാണാത്തവർക്കായിട്ട് ഇതാണ് നർമ്മദ റിവർ, അതിന്റെ മുകളിലുള്ള ഡാമാണിത്. ഈ കാണുന്നതെല്ലാം ഇതെല്ലാം ഒരു മൈഗ്രേറ്ററി ബേർഡ് ആണ്. നമുക്ക് താഴെ പോയി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ദേ ഇതാണ് ഇവിടുത്തെ ബാൽക്കണി എന്നുള്ള വ്യൂ കാണുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബർഗി ഡാം, 2 ബോട്ടുണ്ട്. ഞങ്ങൾ ആക്ച്വലി 10 മണിക്ക് എത്തിയാണ്. 10 മണി തൊട്ട് 3:30 വരെ ഇവിടെ കിടന്ന് കറങ്ങുകയാണ്. सामने से सारा गाड़ी पार हो रहा है, हमारा गाड़ी देखने के बाद वो लोग ब्लॉक कर रहे हैं. नहीं आगे से जाओ, एक नया रूल. അതുകൊണ്ടാണെന്നാ തോന്നുന്നത്. എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിപ്പോൾ ജബൽപൂരിലാണ്. ജബൽപൂരിൽ മെക്കൽ ബർഗി MP ടൂർസിന്റെ പ്രോപ്പർട്ടിയിൽ നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ രാവിലെ 10:30 ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇന്നലെ രാത്രി മുതൽ ഇവൾ വിളിയാണ് ഗൈസ് ബോട്ടിങ്ങിനായിട്ട്. ഇപ്പോൾ രാവിലെ ഞങ്ങൾ പോവാണ് ബോട്ടിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ബോട്ടിങ്ങിന് ബുക്ക് ചെയ്തു. അപ്പോൾ ഈ കാണുന്നത് ബർഗി ഡാമാണ്. അപ്പോൾ ഒരാൾക്ക് 200 രൂപയാണ്. സിൻസ് ഞങ്ങൾ 2 പേരേ ഉള്ളൂ, 3 പേരുടെ ചാർജ് ഞങ്ങൾക്ക് പേ ചെയ്യണം. അപ്പോൾ 600 റുപ്പീസ് പേ ചെയ്ത് ഞങ്ങളിപ്പോൾ പോവാണ് ബോട്ടിങ് ചെയ്യാനായിട്ട്. ഇതിനെ തസല്ലിയാക്കട്ടെ. ജെറ്റ് സ്കി റിപ്പയറിംഗ് ആണ്, അതുകൊണ്ട് ജെറ്റ് സ്കി ഇല്ല. ഞാൻ രാവിലെ പറഞ്ഞ ജെറ്റ് സ്കി ഇല്ല. അപ്പൊ നമുക്ക് പോവാം, ആദ്യം ബോട്ടിംഗ് ചെയ്യാം. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബർഗി ഡാം. 2 ബോട്ടുണ്ട്. ഞങ്ങളുടെ റൂം ഇവിടെ തന്നെയാണ് ഗൈസ്. ഈ കാണുന്ന ആ സൈഡിലായിട്ടാണ് ഞങ്ങളുടെ റൂം. സ്പീഡ് ബോട്ടുണ്ട്, നോർമൽ ബോട്ടുണ്ട്. കൊള്ളാം, അടിപൊളി ഒരു സ്ഥലമാണ് MP പ്രോപ്പർട്ടിയുടെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബോട്ട്. പക്ഷെ ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് സ്പീഡ് ബോട്ടിലാണ്. अंजलि ऑल सेट. बोट रिवर्स लेके देखा है कभी? वो बोट केरला का बोट जैसा लग रहा है ना. हाँ, वो भी आप ही लोग का है. हाँ जी, वो बोट हाउस है. हाउस बोट जी. ग्राउंड में चलाते हैं पार्टी के लिए. वो पार्टी के लिए लेके जाता है. 4-5 मिनट का राउंड है. हाँ 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 हाँ. ये नर्मदा रिवर है. ओ नर्मदा है. अयो, पकड़ के बैठो. അപ്പോൾ ഞങ്ങൾ റിവറിന് നടുക്കായിട്ട് എത്തിയിട്ട് 2 മിനിറ്റ് ഒന്ന് വണ്ടി നിർത്താനായിട്ട് പറഞ്ഞു. വണ്ടിയല്ല, ബോട്ട് നിർത്താനായിട്ട് പറഞ്ഞു. മിഡിലായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഡാമിൻ്റെ. जनरली डैम में बहुत सारे टूरिस्ट रहते हैं, लेकिन यहाँ पे कोई नहीं. हाँ, कोई नहीं है. അങ്ങനെ ബോട്ടിങ് കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തിറങ്ങി. അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ബോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഫേമസ് അട്രാക്ഷൻസ് എല്ലാം കാണാൻ പറ്റും. മാർബിൾ റോക്ക്, അമർഖണ്ഡ്, കൻഹ, പെഞ്ച്, ആസലിൻ്റെ ബാന്ധവ്ഘർ. അപ്പോൾ ഈ മുന്നിൽ കാണുന്നതാണ് ഞങ്ങൾ പറഞ്ഞ പോലെ MP ടൂറിസത്തിൻ്റെ ബർഗിയിലെ പ്രോപ്പർട്ടി. ദേ ആ കാണുന്നത്. അകത്ത് പോയി കാണിച്ചു തരാം വീണ്ടും. मध्य प्रदेश में भी केरला एक्सपीरियंस करना है तो देखिए वहाँ पे वो बोट हाउस है. ഹൗസ് ബോട്ട്. बोट है. ഞങ്ങൾ ഇപ്പോഴത്തെ ബോട്ടിംഗ് എല്ലാം ചെയ്ത് തിരിച്ച് റൂമിലെത്തി. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞായിരുന്നു ഈ റൂമിന്റെ ബാൽക്കണി എന്നുള്ള വ്യൂ നിങ്ങൾ കാണിച്ചു തരാം. അത് എത്ര കിടുവാന്ന് നോക്കിയേ. ദേ ഇതാണ് ഇവിടുത്തെ ബാൽക്കണി എന്നുള്ള വ്യൂ. അവിടെ ഡാമുണ്ട്, ബോട്ടുണ്ട്. എന്ത് കിടു വ്യൂ അല്ലേ. മഴ സമയത്ത് ഇവിടെ ഒരു സ്റ്റേ വെച്ച് കഴിഞ്ഞാൽ എത്ര കിടുവായിരിക്കും. ഇവിടെയായിട്ട് ഡാമിൻ്റെ ഈ സൈഡിലായിട്ട് ഒത്തിരി പശുക്കളുണ്ട്. എല്ലാവരും രാവിലെ വെള്ളം കുടിക്കാൻ വന്നതാണ്. ഈ കാഴ്ചകളെല്ലാം നോർത്ത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുളിച്ച് റെഡിയായി ജബൽപൂരിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇനി പോവാണ് പ്രയാഗ്രാജിലേക്ക്. പ്രയാഗ്രാജിലേക്ക് എത്താനായിട്ട് ഇനി ഒരു 555 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി ഓൾമോസ്റ്റ് 12 മണിയായി. ഓക്കെ, ലേറ്റ് ആയിട്ട് ഇറങ്ങാൻ മെയിൻ കാരണം
എന്താ വൈകുന്നേരം അല്ലെങ്കിൽ ഒരു ഈവനിങ് 9 o'clock 10 o'clock ആ സമയത്ത് എത്തിക്കഴിഞ്ഞാൽ ട്രാഫിക് കുറവായിരിക്കും. അപ്പൊ എത്ര ലേറ്റ് ആകുന്നോ അത്ര എളുപ്പമായിരിക്കും പ്രയാഗ്രാജിന്റെ അകത്തേക്ക് കയറാനായിട്ട് വണ്ടിയും കൊണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്തിരിക്കാം പ്രയാഗ്രാജിലേക്ക്. അപ്പൊ എല്ലാവരും പോരും. ഇന്ന് എത്തും ഞങ്ങൾ പ്രയാഗ്രാജിൽ ഉറപ്പായിട്ടും. വാ. ഈ കാണുന്ന എല്ലാം ഡിഫറെൻറ്റ് റൂംസ് ആണ്. ഇതാണ് ഇവിടെ മെയിൻ റൂം. ഇവിടെ കല്യാണമൊക്കെ നടക്കും. ഓക്കെ, അതിനായിട്ടുള്ള ഫംഗ്ഷൻ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ആ സൈഡിലായിട്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും കല്യാണം മധ്യപ്രദേശ് നടത്താൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി നോക്കാം. അപ്പോൾ ഇവിടെ ഡാമിൻ്റെ വ്യൂ ഉണ്ട്. ഇവിടെ മൊത്തം ഹോട്ടലിൻ്റെ റൂമാണ്. നല്ലൊരു പ്രോപ്പർട്ടിയാണ് ആക്ച്വലി. അവിടെ കല്യാണത്തിൻ്റെ ഫംഗ്ഷനൊക്കെ നടക്കാനുള്ളൊരു സ്ഥലമുണ്ട്. നൈസ്. ഫോറസ്റ്റ് ലോഡ്ജ് സോറി. അപ്പൊ ഞങ്ങള് ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങി. ഇനി പ്രയാഗ്രാജിലേക്ക്. അപ്പൊ ഇതാണ് ഞങ്ങൾ പറഞ്ഞു ബർഗി ഡാം. ആക്ച്വലി അടിപൊളി ഡാമാണ് കേട്ടോ. നമ്മളെ കേരളത്തിലൊക്കെ ഡാമിന്റെ മുകളിൽ വണ്ടി ഓടിച്ചു പോകാൻ പറ്റില്ലേ, മൂന്നാറിലൊക്കെ. പക്ഷെ ഇവിടെ ആ ഓപ്ഷൻ ഇല്ല. That's the resort where we stayed last night. അതാണ് റിസോർട്ട്. MP പ്രോപ്പർട്ടി. MPT പ്രോപ്പർട്ടി, മധ്യപ്രദേശ് ടൂറിസത്തിന്റെ പ്രോപ്പർട്ടി. അതാണ് അഞ്ജലി. അപ്പോൾ എന്തോ ഒരു ഫ്രൂട്ട്സ് വാങ്ങാനായിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ്. മഴ സമയത്ത് വന്നു കഴിഞ്ഞാൽ എത്ര കിടുവായിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് ബർഗി ഡാമിൽ നിന്ന് തിരിക്കാം. നിങ്ങൾ അവരുടെ ഡെയിലി ഡയറീസിന്റെ വീഡിയോ കാണുന്നതുകൊണ്ട് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ബർഗി ഡാമിന്റെ വീഡിയോ കാണാൻ പറ്റി. എത്ര പേര് കാണിച്ചിട്ടുണ്ടാവും മലയാളത്തില്? നിങ്ങൾക്ക് മധ്യപ്രദേശ് കറങ്ങണമെങ്കിൽ അതിൽ മെയിൻ ആയിട്ട് എന്താ സ്റ്റേ ആയിരിക്കും എപ്പോഴും. മധ്യപ്രദേശ് ടൂറിസത്തിന്റെ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പകുതി മധ്യപ്രദേശ് കാണാൻ പറ്റും ഉറപ്പായിട്ടും. അതിൽ അവരുടെ സ്റ്റേയും യുണീക് പ്ലേസസിലാണ്. കണ്ടില്ല, ഇതുപോലെ ഡാമിന്റെ സ്ഥലത്ത് അല്ലെങ്കിൽ കാട്ടിന് നടുക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ എന്താ പറയാ, നല്ലൊരു ഫീൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കുക, സ്റ്റേ ചെയ്യാൻ മധ്യപ്രദേശിൽ നോക്കുകയാണെങ്കിൽ MPT ടൂറിസത്തിന്റെ MPT പ്രോപ്പർട്ടീസ് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ മലയാളികൾ മധ്യപ്രദേശിനെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും വിചാരിക്കും അകത്തുള്ള ഇന്റീരിയർ സ്ഥലങ്ങളിലൊന്നും അത്ര ഡെവലപ്മെന്റ് ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഇതേകൊണ്ടില്ല, നല്ല റോഡുണ്ട്, കണക്ടിവിറ്റി ഉണ്ട്, ടൂറിസത്തിനെ നല്ല പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ആളുകൾ നല്ല സപ്പോർട്ടീവാണ്. അപ്പോൾ നിങ്ങൾക്ക് മധ്യപ്രദേശിൽ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ വരാം. അടിപൊളി സ്ഥലമാണ്. ഇതേ കണ്ടില്ല ഒരു ബ്രിഡ്ജ്. ഓ മൈ ഗോഡ്, यही ब्रिज है जो हमने रात को क्रॉस किए थे. നർമ്മദ റിവർ. ഇതാണ് ഫേമസ് നർമ്മദ റിവർ. അപ്പോൾ കാണാത്തവർക്കായിട്ട് ഇതാണ് നർമ്മദ റിവർ. അതിൻ്റെ മുകളിലുള്ള ഡാമാണിത്. ഡാമിൻ്റെ പേര് ബർഗി ഡാം. അവിടെയായിട്ടൊരു ഘാട്ടും ഉണ്ട്. ഘാട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്താ പറയുക, സ്റ്റെപ്സ് സ്റ്റേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതിലിറങ്ങി പാനിയിൽ വെള്ളത്തിലിറങ്ങി പൂജ ചെയ്യാം. സിൻസ് ഇത് നർമ്മദ റിവറാണ്, അതുകൊണ്ട് റിലീജിയസ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പൂജ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അവിടെ. ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യം, എവിടെയെല്ലാം പോയി ഞങ്ങൾ നർമ്മദ റിവർ കണ്ടെന്നറിയുക. ഇപ്പം ഇത് വീണ്ടും ബർഗിയിൽ ജബൽപൂരിൽ വേറൊരു സ്ഥലത്തെത്തി ഞങ്ങൾ നർമ്മദ റിവർ കാണുകയാണ്. അപ്പോൾ അഞ്ജലി പോവാണ് നർമ്മദ റിവറിലെ വെള്ളം എടുക്കാനായിട്ട്. ഇതെന്താ പറയുക, പൂജയ്ക്കായിട്ട് ഉപയോഗിക്കാനായിട്ടൊക്കെ വളരെ എന്താ റിലീജിയസ്ലി ഓസ്പീഷ്യസ് ആണ്. അപ്പോൾ അഞ്ജലിയും പോവാണ് എടുക്കാനായിട്ട്. ഈ കാണുന്നതെല്ലാം ഇതെല്ലാം ഒരു മൈഗ്രേറ്ററി ബേർഡാണ്. നമുക്ക് താഴെ പോയി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ബേർഡെല്ലാം ആക്ച്വലി ആർട്ടിക്കിൽ നിന്ന് വരുന്ന മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. ഈ ടൈം സ്പാനിൽ ഈ ബേർഡ്സ് എല്ലാം ഇവിടെ കാണും, ഗംഗയിലും നർമ്മദയിലും എല്ലാ സ്ഥലത്തും.
അപ്പോൾ ഇവിടെയും ഒരു ജവഹർ നവോദയ വിദ്യാലയമുണ്ട്. ഞാൻ എറണാകുളത്ത് ജവഹർ നവോദയ വിദ്യാലയമാണ് പഠിച്ചത്. അപ്പോൾ ആ ഒരു മെമ്മറിക്കായിട്ട് ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ നിർത്തിയാണ് ഇവിടെ. ഞങ്ങളില്ലേ മധ്യപ്രദേശിൽ നിന്ന് എത്ര കറങ്ങിയാലും ഞങ്ങൾക്ക് ബോറടിക്കില്ല ഗൈസ്. ആക്ച്വലി മധ്യപ്രദേശിൽ ഒരു ഗോവ പോലൊരു വൈബ് ഉണ്ടാവില്ലേ, അതുപോലൊരു ഫീല് ഞങ്ങൾക്ക് പേഴ്സണലി എന്താ പറയുമ്പോഴത്തേക്കും ഒരു റിലാക്സേഷൻ മൂഡ് ഇവിടെ മധ്യപ്രദേശിൽ വരുമ്പോൾ കിട്ടും. എന്താണെന്നറിയില്ല, ഒരു പിടിയില്ല. അപ്പോൾ ഞങ്ങൾ എത്ര വിചാരിച്ചിട്ടും കാണുന്ന സ്ഥലത്തൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് പയ്യെയാണ് പോകുന്നത്. ഇനിയുണ്ട് ഇവിടെ നിന്ന് 397 കിലോമീറ്റർ ഡയറക്റ്റ് പ്രയാഗ്രാജിലേക്ക്. പെട്രോൾ അടിക്കണം അതിന് മുമ്പ്. इधर से शायद सामने ही रहेगा, नहीं टेम्पल है तो ഇവിടെ കുറച്ച് എന്താ റോഡ് കുറച്ച് പ്രശ്നമാണ്. ബട്ട് പണി നടക്കുന്നുണ്ട്, എല്ലാം എളുപ്പത്തിൽ ഫിക്സ് ആക്കും. അഞ്ജലി പറയായിരുന്നു, അഞ്ജലിയുടെ സ്വപ്നമാണ് ഇന്ത്യയിലൂടെ എല്ലാ സ്റ്റേറ്റിന്റെയും ഉള്ളിലൂടെ ഇതുപോലുള്ള റോഡിൽ ഫെരാരി ഒട്ടിച്ച് പോകണമെന്നുള്ളത്. वो सपना उसका है, नाम मेरा डाल रहा है. വൈഫിന്റെ പേരിൽ സ്വപ്നം ഇട്ടാൽ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വൈഫ് ഡിസഗ്രി ചെയ്താല. അപ്പൊ ഞങ്ങള് NH44 വീണ്ടും കയറി. അപ്പൊ ഡയറക്ട്ലി ഇനി 392 കിലോമീറ്റർ പ്രയാഗ്രാജ് വരെ. അപ്പൊ ഇതാണ് ബേർ. അപ്പോൾ നമ്മൾ രാമന് എന്താ ശബരി കൊടുത്ത ഒരു ഫ്രൂട്ടിനെ പറ്റി പറയാറില്ലേ രാമായണത്തിലൊക്കെ, അതാണ് ഈ സാധനം. ഇതിന്റെ പേരാണ് ബേർ. അപ്പൊ സംഭവം കൊള്ളാം കേട്ടോ. ഇത് നോർത്ത് ഇന്ത്യയിൽ കിട്ടും. ഈ സമയത്താണ് ഇത് ആക്ച്വലി ഫ്ലറിഷ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ വാങ്ങിച്ചു. ഇത് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാനായിട്ട് എക്സ്ക്ലൂസീവ്ലി ഞങ്ങൾ വാങ്ങിച്ചതാണിത്. ബട്ട് കൊള്ളാം. ഞാനും ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കൈൻഡ് ഓഫ് ആപ്പിൾ പോലെ ഇരിക്കും. ഇതിന്റെ മുകളില് ഒരു എന്താ പറയാ നെട്ടുണ്ട്, അത് പിടിച്ച് വാക്കകത്ത് വെച്ച് ഒരു വലിയ നെട്ട് കയ്യിൽ വരും, എന്നിട്ട് ചാവയ്ക്കണം. टेस्ट कैसा है? अच्छा है, एप्पल जैसा ही है, मिनिएचर ऑफ एप्पल. एप्पल जैसा नहीं है, स्लाइट टैंगी टेस्ट है. हाँ, और क्रीमी उसका अंदर का वो फ्लेश है. हाँ सही है, जो पका हुआ है. अच्छा है गाइस, നല്ലതാണ് അടിപൊളിയാണ് ബേർ. बेर अलग अलग तरह का होता है, उसमें से ये एक वैरायटी है. ये थोड़ा जंगली बेर बोलता है इसको, और वो दूसरा वाला थोड़ा हाइब्रिड रहता है. जंगली बेले. അപ്പൊ ഈ റോഡെല്ലാം ഇപ്പൊ പുതുതായിട്ട് ഉണ്ടാക്കിയതാണ്. കണ്ടില്ലേ, രണ്ട് സൈഡിലും ഉണ്ടാക്കിയത് അല്ലെങ്കിൽ റിനോവേറ്റ് ചെയ്തതാണ്. രണ്ട് സൈഡിലും ലൈറ്റ് ഒക്കെ വെച്ച് പെയിന്റ് ഒക്കെ അടിച്ച് കുട്ടപ്പനാക്കിയിരിക്കുന്നത്. What is this Gomata? About 6 cents per hour. गौ माता को कभी खौन नहीं बजाते हैं, पता है? ഞങ്ങളിപ്പോ ബുക്ക് ചെയ്തിരിക്കുന്ന പ്രയാഗ്രാജിൽ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിൽ ഒന്ന് വിളിച്ചു ചോദിച്ചു ബുക്കിംഗ് കൺഫർമേഷൻ ഒക്കെ ആയോ എന്ന്. അപ്പോൾ അവര് പറഞ്ഞു ബുക്കിംഗ് കൺഫർമേഷൻ ഒക്കെ ആയി, ബട്ട് എന്താ കാറ് ഹോട്ടലിന്റെ മുന്നിൽ വരെ കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം എല്ലാ മണിക്കൂറിലും പുതിയ റൂൾസ് വരികയാണ്, ട്രാഫിക്കിനെ ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. അപ്പം അവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. കാരണം ഒബ്വിയസ്ലി ഇത്രയും ആളുകൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ തന്നെ ആലോചിച്ച് നോക്കിയാൽ റോഡിൽ മൊത്തം പ്രയാഗ്രാജ് പോകുന്നവർ തന്നെയാണ്. അപ്പൊ ഇത്രയും ആളുകൾ അവിടെ ഉണ്ട്. നോക്കാം, നമുക്ക് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പോസിബിളി എല്ലാം പ്രോപ്പറായിട്ട് പോവും. എന്താവും ദൈവത്തിനറിയാം, അവിടെ ചെന്നിട്ട് അറിയാൻ പറ്റുള്ളൂ. മുന്നിൽ ഒരു മല കണ്ടോ, എന്ത് വലുതാണെന്ന്. ആക്ച്വലി റോഡ് വഴി പോകുമ്പോഴേ എന്ത് ഡിഫറൻസ് അല്ലേ. सुंदर है. हाँ, देखो इसका कार्विंग. उसके अंदर कोई टेंपल छुपा हुआ है क्या? सब जगह आजकल वही फील होता है. देखो ये तुम नहीं देख सकते ना. ड्राइवर्स. ഞങ്ങളപ്പോ ഇപ്പൊ സ്റ്റേറ്റ് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഡീവിയേഷൻ എടുത്തു. മെയിൻ റോഡിൽ എന്തോ ഒരു വലിയ ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. ലക്കിലി ഞങ്ങൾക്ക് ഒരു റൈറ്റ് എടുത്ത് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൈറ്റ് എടുത്തു. അപ്പോൾ റേവ എന്ന സ്ഥലത്തെത്തി. റേവ ആക്ച്വലി മധ്യപ്രദേശിലെ ഒരു സ്ഥലമാണ്. അപ്പൊ അതിന്റെ ഉള്ളിലൂടെയാണ് ഞങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. पता नहीं दिख रहा है क्या? डॉक्टर पुलिस और 100 meters हसीनों से मतलब लड़की. भगवान बचाए तीनों से, डॉक्टर पुलिस और हसीनों से. वाह. ആ മുന്നിൽ പോകുന്ന ആംബുലൻസ് ഇല്ലേ, അത് ആക്ച്വലി ചണ്ഡീഗഡ് രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താ ട്രാഫിക് ജാം ആവണമെന്ന സമയത്ത് മാത്രമേ ആ എന്താ നിലവിളി ശബ്ദം ഇടുന്നുള്ളൂ, ഇല്ലെങ്കിൽ സൈലന്റ് ആയിരിക്കും. राइट ले रहा है.
എന്തോ ഒരു പന്തികേടുണ്ട്. लोग का पापा ने इंडिकेटर जलाने नहीं सिखाया बाबू. പ്രയാഗ്രാജ് 124 കിലോമീറ്റർ, വാരണാസി 218 കിലോമീറ്റേഴ്സ്. ഇപ്പൊ നമ്മളെ മലയാളത്തില് മിർസാപൂർ കാണാത്തവർക്കായിട്ട് മിർസാപൂർ ഇവിടെയാണ്, യു-പിയില് 156 കിലോമീറ്റർ. ഗാങ്സ് ഓഫ് വസേപൂർ പാർട്ട് 1, 2 ഇതൊക്കെ മിർസാപൂരിലായിരുന്നു. അപ്പൊ ഈ റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ പ്രയാഗ്രാജിന്ന് തിരിച്ചു വരുന്ന ആളുടെ കൂട്ടമാണ്. അപ്പൊ ഓൾമോസ്റ്റ് 2 കിലോമീറ്റർ ആയി, മൊത്തം ട്രാഫിക്കാണ്. ട്രാഫിക് എല്ലാരും സ്റ്റക്ക് ആയി നിൽക്കുക. ഇപ്പൊ പോയി. അപ്പൊ ഇനിയും ഒരു 109 കിലോമീറ്റർ ഉണ്ട് പ്രയാഗ്രാജ് വരെ. നോക്കാം, ഇതുവരെ ഒരു ട്രാഫിക് ജാമും ഇല്ല. മുന്നോട്ട് പോകുമ്പോൾ എന്താണെന്നറിയില്ല. അപ്പൊ ഞങ്ങളിപ്പോ മധ്യപ്രദേശിലാണ്. ഞങ്ങൾ മധ്യപ്രദേശിലെ എല്ലാ സ്പോട്ടിലും എവിടെയെങ്കിലും ട്രാഫിക് ആകുന്നു ഇല്ലെങ്കിൽ ആക്സിഡന്റ് ആകുന്നു, ഇമ്മീഡിയറ്റ്ലി അവിടെ പോലീസ് വരുന്നുണ്ട് ക്ലിയർ ചെയ്യാനായിട്ട്, ട്രാഫിക്കിനെയും മാനേജ് ചെയ്യാനായിട്ട്, ബാക്കി കാര്യങ്ങള്. അപ്പം എന്താണ് ഞങ്ങൾ ആക്ച്വലി മുമ്പ് മധ്യപ്രദേശ് വന്നപ്പോൾ ഈ ഒരു സെയിം കാര്യം കണ്ടായിരുന്നു. പോലീസിന്റെ ഇൻഫ്ലുവൻസ് ഇവിടെ 100% എഫിഷ്യന്റ് ആണ്. ഇപ്പൊ സമയമായി ഏകദേശം 10 മണി. यूपी एंटर कर गए. यूपी एंटर ചെയ്തു. ഒരു ഘാട്ടി സെക്ഷനിലൂടെ ഞങ്ങൾ പോവാണ് ഇപ്പം. उतना बिल्कुल भी ट्रैफिक नहीं मिला नहीं हम लोगों को. मिल गया. क्या मिल गया. हे भगवान, अभी जस्ट बोले ट्रैफिक नहीं मिला और ये रहा ट्रैफिक. ब्रिज के ऊपर ट्रैफिक जाम मिला. പ്രയാഗ്രാജിൽ എത്താനായിട്ട് ഇനി ഒരു എത്ര കിലോമീറ്റർ, 21 കിലോമീറ്റർ ആൻഡ് 25 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ട്രാഫിക് ഇതുവരെ ഇല്ലായിരുന്നു, ഇപ്പൊ കുറച്ച് ട്രാഫിക് ആയി. ഞങ്ങൾ ബ്രിഡ്ജിന്റെ മുകളിൽ കയറിയപ്പോഴത്തേക്കും. അപ്പൊ ഇനി ഹോട്ടൽ വരെ എത്താൻ ഒരു അരമണിക്കൂർ, ഹോപ്പ്ഫുള്ളി അരമണിക്കൂർ എടുക്കും. നമുക്ക് നോക്കാം. ആൻഡ് നൈറ്റ് മൊത്തം ലൈവാണ്. കാരണം ഇത്രയും വലിയ സംഭവം നടക്കില്ല. അപ്പൊ എല്ലായിടത്തും മഹാരാഷ്ട്ര, ചണ്ഡീഗഡ്, മധ്യപ്രദേശ് എല്ലായിടത്തും വണ്ടികളുണ്ട്. തെലങ്കാന, കേരള കണ്ടില്ല ഗൈസ്. കേരള റെപ്രസെന്റേഷൻ ഞാൻ മാത്രമേ ഉള്ളതെന്നാണ് തോന്നുന്നത്. കേരളത്തിൽ നിന്ന് ആളുകൾ കുറവായിരുന്നു. പിന്നെ കർണാടകയിൽ നിന്നും ഉണ്ട് ഒത്തിരി പേര്. ट्रैफिक जैम होता है हम लोग का एक खुद का गलती से. देखिए ये सिर्फ 2-वे लेन है, लेकिन एक आने का और एक जाने का. लोग दूसरे साइड से भी जा रहा है. ഈ മുന്നിൽ പോകുന്ന വണ്ടികളെല്ലാം ആക്ച്വലി പ്രയാഗ്രാജില് നമ്മുടെ കുംഭമേളയ്ക്കായിട്ട് പോകുന്നവരാണ്. യു-പിയില് ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ ഗ്രാമത്തിൽ നടുക്ക് വഴി ഇത്രയും വണ്ടി ഒരു സമയത്ത് പോകുന്നത്. എന്താല്ലേ लाइन से गाड़ी चल रहा है. Now turn left and then make a legal U-turn. लीगल यूट, इलीगल नहीं. ओके Please make a U-turn if possible. and माता then turn चुप हो right. जा, तू सैटेलाइट से बैठ के देख रही है. കണ്ടില്ലേ, ഇതുപോലെ കുത്തിക്കേറിയാണ് ഇവന്മാര് ട്രാഫിക് ഉണ്ടാക്കുന്നത്. ഇത് സ്റ്റേറ്റ് ഹൈവേ ആണ്. ഓക്കെ, അപ്പൊ പോകാനായിട്ടും വരാനായിട്ടും ഒരേ വഴിയുള്ളൂ. അതിനിടയ്ക്ക് വേണ്ടിയാണ് ഇവന്മാർ കുത്തിക്കേറുന്നത്. എന്ത് പറയാനല്ലേ. ഇപ്പൊ അവിടെ മുന്നിലും ജാമായി, ഞങ്ങളും ജാമായി. सुपर. एक और അടുത്തവൻ ഈശ്വരോ റോഡില്ലേ. ഇതേത് വഴിയാണ്? हाँ उधर रिवल के पीछे चला. ലെഫ്റ്റ് ചെയ്യാ. हाँ लेफ्ट है. അയ്യപ്പോ ചേട്ടാ, ലോറി ചേട്ടാ, ഒരു മിനിറ്റ്. गाड़ी जाएगा. राइट लेके चलना. ज्यादा लेफ्ट लिया तो उधर गड्ढा और बहुत सैंड है. ക്യാമറ देखो. അപ്പൊ പുറത്ത് കണ്ടില്ലേ, ആക്ച്വലി റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ടാർ ചെയ്തിട്ടില്ല. മണ്ണിട്ട് നിമത്തിയ റോഡാണ്. അതിൽ മൊത്തം പൊടിയാണ്. അപ്പൊ ഞങ്ങൾ അതുവഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രാഫിക് ജാമാണ് ഗൈസ്. ഒബ്വിയസ്ലി ഇത്രയും വണ്ടികൾ അങ്ങോട്ട് പോയിരിക്കില്ലേ, ജാമാവും. പീസ്ഫുൾ ആയിട്ടിരിക്കുക ഞങ്ങളും. ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, ഞങ്ങൾക്കൊരു അറിയില്ല. आराम से, किसी का कोई टेंशन नहीं है.
तुमको जैसे निकालना है वैसे निकालो. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്കും എസ്പെഷ്യലി ഇതുപോലെ ടൂറിസ്റ്റ് അട്രാക്ഷൻ സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ റിലീജിയസ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് പേഷ്യൻസ് വെക്കണം. ആർക്കും ഇല്ല ഗൈസ് പേഷ്യൻസ്. ഞങ്ങൾ ഭയങ്കര പേഷ്യൻസ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇത് മൊത്തം ഇത് മൊത്തം പ്രയാഗ്രാജ് ഏരിയ ആണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴാണ് ട്രാഫിക്കിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ 1-2 മണിക്കൂർ ഞങ്ങൾ ട്രാഫിക്കിൽ എന്താ പറയാ സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. ഇനി കുറച്ച് ഡീവിയേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഡീവിയേഷൻ എടുത്ത് ഞങ്ങൾ ഹോട്ടലിന് അങ്ങോട്ടേക്ക് പോവാണ്. ഇനിയുണ്ട് 10-15 കിലോമീറ്റർ. ബട്ട് ഈ വ്യൂ എല്ലാം കണ്ടു പോവാം, ബോറടി ഇല്ല. ये लेफ्ट साइड पूरा लाइट है. रिवर है क्या? नहीं, ये सेक्टर 5 और 6 एरिया इधर जाने का है, ऐसा कुछ तो लिखा हुआ था बोर्ड में. അപ്പൊ ഇവിടെ മൊത്തം ഡീവിയേഷൻ ആണ് ഗൈസ്. എല്ലായിടത്തും എന്താണ് പോവാനായിട്ട് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് ചെന്ന് എത്തുമ്പോഴത്തേക്കും എത്തുന്ന ജംഗ്ഷനിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും റോഡ്. വക്കിയാണെങ്കിൽ ആദ്യം പോലെ വെക്കേണ്ടായിരുന്ന. അങ്ങനെ ഞങ്ങളിപ്പോ അടിയുണ്ടാക്കി. എന്താ ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് ക്രോസ് ചെയ്ത് ഞങ്ങൾക്ക് പോകണം. ഞങ്ങൾ ആക്ച്വലി 10 മണിക്ക് എത്തിയാണ്. 10 മണി തൊട്ട് 3:30 വരെ ഇവിടെ കിടന്ന് കറങ്ങുകയാണ്. सामने से सारा गाड़ी पार हो रहा है, हमारा गाड़ी देखने के बाद वो लोग ब्लॉक कर रहे हैं. नहीं आगे से जाओ, एक नया रूल. അതുകൊണ്ടാണെന്നാ തോന്നുന്നത്. അങ്ങനെ സമയം 6 മണിയായി. ഞങ്ങൾ ഇവിടെ പ്രയാഗ്രാജിലെത്തി. രാവിലെ 6 മണിക്ക് എത്തി. ആക്ച്വലി ഞങ്ങൾ പ്രയാഗ്രാജിൽ ഓൾമോസ്റ്റ് ഒരു 10 മണിയായപ്പോൾ എത്തിയതാണ്. അതിനുശേഷം ഒരു 30 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഡീവിയേഷനും ട്രാഫിക്കും എല്ലാമായിട്ട് ഇത്രയും നേരം എടുത്ത് റൂമിൽ എത്താനായിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ പ്രയാഗ്രാജിൽ നിൽക്കുന്ന റൂം. ഒരു പ്രോപ്പർ ബെഡ് ഉണ്ട്. ഒരു ചെറിയ റൂമാണ്, കോമ്പാക്ട് റൂമാണ്. ഈ റൂമിന് ആക്ച്വലി ഒരു ദിവസത്തേക്ക് 6,500 രൂപയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈ കുംഭമേള കാരണം ആക്ച്വലി ഈ റൂമിൻ്റെ റേറ്റ് എല്ലാം ഇൻക്രീസ് ആയതാണ്. ഇല്ലെങ്കിൽ നോർമലായിട്ട് ഈ റൂമിന് 1,500-2,000 രൂപയ്ക്ക് കിട്ടും. ബട്ട് ഇപ്പോൾ ഇതിന് 7,000 രൂപയാണ് ഒരു ദിവസത്തേക്ക് ചാർജ്. അതുമല്ല ഈ ഹോട്ടലിൽ ഒരു പാർക്കിംഗ് ഫെസിലിറ്റി പോലും ഇല്ല. ബട്ട് ലക്കിലി ഞങ്ങൾ വന്നപ്പോഴത്തേക്കും മുന്നിലൊരു സ്പേസ് ഉണ്ടായിരുന്നു, അത് കാലിയായിരുന്നു. അപ്പോൾ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ വണ്ടി സേഫ് ആണെന്ന് വിശ്വസിക്കാം. അപ്പോൾ ഇനി ഒരു വിശേഷമില്ല ഗൈസ്. സമയം രാവിലെ 6 മണിയായി. ഇനി ഉറങ്ങണം കുറച്ച് നേരം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അറിയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ കാണാം. പ്രയാഗ്രാജിൽ നിന്നും ബൈ, ഗുഡ് നൈറ്റ്.